കേരള കോൺഗ്രസിന്റെ വലിപ്പം CPM അമിതമായി കണ്ടെന്ന വിമർശനമുയർത്തി CPI രംഗത്ത് വന്നിരുന്നു. അത്ര വലിപ്പമൊന്നും അവർക്കില്ലെന്നും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന രീതി തിരുത്തണമെന്നും CPI കോട്ടയം ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. ഇടതുമുന്നണി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതിനിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകത്തിൽ അവരുടെ മേൽക്കൈ അവകാശങ്ങളെ ചോദ്യം ചെയ്യുകയാണ് CPI ഇപ്പോൾ. 2020 കോട്ടയത്ത് മത്സരിച്ച് 400 സീറ്റിനേക്കാൾ കൂടുതൽ ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം തയ്യാറെടുക്കുന്നതിനിടെയാണ് CPI പോർമുഖം തുറന്നത്. അന്ന് CPM കേരള കോൺഗ്രസ് എമ്മിന് അമിത പ്രാധാന്യം നൽകിയെന്നും ഇനി അത് അനുവദിക്കില്ലെന്നും CPI ജില്ലാ നേതൃത്വം പാർട്ടി ക്യാമ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. 197 സീറ്റേ CPIക്ക് മത്സരിക്കാൻ കിട്ടിയുള്ളൂ. ജില്ലാ പഞ്ചായത്തിൽ 9 സീറ്റ് വീതം മാണി ഗ്രൂപ്പും CPMഉം മത്സരിച്ചു. CPIക്ക് 4 സീറ്റാണ് കിട്ടിയത്. പ്രസിഡന്റ് പദം ആദ്യ ഊഴം കേരള കോൺഗ്രസ് എമ്മിന് നൽകുകയും ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ സീറ്റ് നൽകിയതിനെയും വിമർശിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 5 സീറ്റിൽ മാണി ഗ്രൂപ്പ് മത്സരിച്ചിരുന്നു. CPIക്ക് 1 സീറ്റ് അവർക്കായി വിട്ടുകൊടുത്ത് വൈക്കത്ത് മാത്രമായി ഒതുങ്ങേണ്ടി വന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് വിവിധ അസംബ്ലി മണ്ഡലങ്ങളിൽ ലഭിച്ച വോട്ട് കൂടി ചൂണ്ടിക്കാട്ടിയാണ് CPI ചോദ്യം ചെയ്യൽ. മാണി ഗ്രൂപ്പിന്റെ തട്ടകങ്ങളെന്ന് പറയുന്ന പാല, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം തോമസ് ചാഴിക്കാടൻ വളരെ പിന്നിലായി. എന്നാൽ മുന്നണി അംഗീകാര പ്രകാരമാണ് തങ്ങൾക്ക് അധിക സീറ്റുകൾ ലഭിച്ചതെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു പ്രതികരിച്ചിരുന്നു. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ കടലാസ് പുലിയെന്ന് ആരോപിക്കുന്ന CPI കടലാസ് പുലി പോലുമല്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന വിഭാഗം യൂത്ത് ഫ്രണ്ട് എം വിമർശിച്ചു. പ്രസ്താവന കൊണ്ട് മാത്രം ജീവിക്കുന്ന പാർട്ടിയാണ് CPI എന്നും യൂത്ത് ഫ്രണ്ട് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഡിനു ചാക്കോ പ്രതികരിച്ചു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കേരള കോൺഗ്രസിനെ വിമർശിക്കുന്ന CPI തങ്ങൾ മത്സരിച്ച എല്ലാ സീറ്റിലും തോറ്റുവെന്ന് ഓർക്കേണ്ടതാണെന്നും ഡിനു ചാക്കോ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ പ്രതികരണം ഉണ്ടായപ്പോഴാണ് കേരളത്തിൽ LDF സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. ഇത് തിരിച്ചറിയാതെ കേരള കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന CPI മൂഢസ്വർഗത്തിലാണ് കഴിയുന്നത്. സ്വന്തമായി 10 വോട്ട് തികച്ചെടുക്കാനില്ലാത്ത 10 നേതാക്കളെ കൂട്ടാനില്ലാത്ത CPI LDF നേതൃത്വം ആവശ്യപ്പെടുന്നത് എലി മല ചുമക്കുമെന്ന് പറയുന്നതിന് തുല്യമാണെന്നും ഡിനു പരിഹസിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തം നേതാക്കളുടെ ബൂത്തിലും വാർഡിലും എത്ര വോട്ട് കിട്ടിയെന്ന് CPI ആദ്യം വിലയിരുത്തണം. എന്നിട്ട് വേണം കേരള കോൺഗ്രസിനെ വിമർശിക്കാൻ. കോട്ടയത്തെ ചില CPI നേതാക്കൾക്ക് മാധ്യമ സിൻഡ്രോം പിടിപെട്ടിരിക്കുകയാണ്. സ്വയം സൃഷ്ടിച്ച പ്രതിച്ഛായയുടെ തടവിൽ കിടന്ന് മുന്നണിയിലെയും ഭരണത്തിലെയും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് CPI മലർന്നുകിടന്ന് തുപ്പുകയാണ്. തങ്ങൾ കൂടി കക്ഷിയായ സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുന്നണിയിലെ ഘടക കക്ഷികൾക്കെതിരെ പ്രതികരിച്ച് മാധ്യമ ശ്രദ്ധ നേടുന്നതിന് വേണ്ടി നടത്തുന്ന വൃഥാ ശ്രമങ്ങളായി മാത്രമേ ഇത്തരം പ്രസ്താവനകളെ കാണാൻ കഴിയൂ. കേരള കോൺഗ്രസ് LDFന്റെ ഭാഗമായപ്പോൾ മുതൽ തുടങ്ങിയതാണ് CPI ഒളിഞ്ഞും തെളിഞ്ഞും കേരള കോൺഗ്രസിനെ വിമർശിക്കുന്നത്. ഇത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കേരള കോൺഗ്രസിന്റെ വലിപ്പം അമിതമായി കണ്ടെന്ന വിമർശനമുയർത്തി CPI കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് എന്തായാലും വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട്.